ഹലോ, വെൽക്കം ടു ആര്യക്കുട്ടി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഉള്ളി അരിഞ്ഞെടുക്കുകയാണ്. സവാള നമുക്കൊരു 5 സവാള, വലിയ സവാള വേണം. അപ്പോൾ അതിങ്ങനെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഒരു 10-15 അല്ലിയോളം വെളുത്തുള്ളി നമുക്ക് പൊളിച്ചെടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി, ചെറുതല്ല ഒരിടത്തരം കഷ്ണം ഇഞ്ചിയും നമുക്ക് പൊളിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് ചതച്ചെടുക്കണം. നന്നായിട്ട് കഴുകിയിട്ട് ചതച്ചെടുക്കണം കേട്ടോ. കല്ലിട്ട് നമുക്കിങ്ങനെ ചതച്ചെടുക്കാം. വെളുത്തുള്ളിയും ഇതേപോലെ നന്നായിട്ട് ചതച്ചെടുക്കണം. ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. പിന്നെ ഞാൻ ഈ ബിരിയാണിയിലേക്ക് ചേർക്കുന്നത് രംഭയിലയാണ് കേട്ടോ. രംഭയില അല്ലെങ്കിൽ ബിരിയാണി ഇല എന്ന് പറയും കേട്ടോ. ഇതിനൊരു പ്രത്യേക മണമാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് പുതിനയില, പിന്നെ സർവ്വസുഗന്ധി, ഓൾ സ്പൈസ് ലീഫ്, പിന്നെ മല്ലിയില എനിക്ക് കിട്ടിയില്ല. ഓക്കെ, മല്ലിയില ഉണ്ടെങ്കിലും നല്ലതാണ്. മല്ലിയില ഷുവറായിട്ട് നിങ്ങൾ ചേർക്കുക. ഓക്കെ, എനിക്ക് കിട്ടിയില്ല. പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഇപ്പോൾ ഞാൻ റൈസിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് സെറ്റാക്കുന്നത്. ഞാനിവിടെ ഒരു 4 പച്ചമുളക് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം, ഞാനിപ്പോൾ ഒരു 4-5 സവാള, വലിയ സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൊരു 1/4 ഭാഗം എടുത്ത് നമ്മൾ മൈക്രോവേവ് ചെയ്യണം. അത് പെട്ടെന്ന് വാടിക്കിട്ടാനാണ് കേട്ടോ. ഒരു 6 മിനിറ്റ്സ് നമ്മൾ മൈക്രോവേവ് ചെയ്താൽ നന്നായിരിക്കും. 6 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഇതേപോലെ നന്നായിട്ട് വാടിക്കിട്ടും. ഇനി നമ്മൾ ഒരു കലത്തിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ 5 കപ്പ് അരിയാണ് കഴുകിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഊറ്റിയെടുക്കാനാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ചേർക്കണം. കലം ഫുള്ളായിട്ട് എടുക്കുക. ഓക്കെ, അതിലേക്ക് നമുക്ക് ഓൾ സ്പൈസ് ഇടാം. പിന്നെ ഞാനിവിടെ മറ്റേ ബേ ലീഫ് ഇട്ടിട്ടുണ്ട്, പിന്നെ രംഭയില ഇട്ടിട്ടുണ്ട്. പിന്നെ ബേ ലീഫ് നമുക്കിവിടെ ഉണങ്ങാത്തത് ഉണ്ട്, അപ്പോൾ അതിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും അരി ഇട്ട് കൊടുക്കാം. ഓൾ സ്പൈസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പട്ട ഒരു 2 കഷ്ണം, ഏലക്ക ഒരു 3-4 എണ്ണം, പിന്നെ ഗ്രാമ്പൂ ഒരു 5 എണ്ണം. ഓക്കെ, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും നന്നായിട്ട് അത് അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഇടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഉപ്പിടുക, ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ആവശ്യത്തിനായി ആ വെള്ളത്തിന് ആവശ്യത്തിന് ഉപ്പിൻ്റെ രസം ഉണ്ട് എന്ന് മനസ്സിലാവുമ്പോഴത്തേക്കും നമുക്ക് ഉപ്പിടുന്നത് നിർത്താം. കൂടിപ്പോകരുത്, അതൊരു കണക്കാണ്. ഓക്കെ, ഇതിലേക്ക് ഞാൻ പൈനാപ്പിളും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ ചോറിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഒരു 20 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ചോറ് വെന്ത് കിട്ടും. ബസ്മതി റൈസ് ആണെങ്കിൽ 20 മിനിറ്റ്സ് മതി. അപ്പോൾ ഒരു 1/4 വേവ് ആകുമ്പോഴേക്കും നമുക്ക് ഊറ്റിയെടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറിക്ക് വേണ്ടത് നമ്മൾ ഇതുപോലൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത് കേട്ടോ. സൺഫ്ലവർ ഓയിൽ പ്ലസ് ഗീ ആണ് ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഞാനിവിടെ ഒരു 2 വലിയ സ്പൂൺ എടുക്കുന്നുണ്ട്. ഗീ ഞാൻ സത്യം പറഞ്ഞാൽ ചേർക്കാൻ മറന്നു കേട്ടോ. ഞാൻ ആദ്യം സ്പൈസസ് ഇട്ടു. അപ്പോൾ 2 പട്ട, ഒരു 3-4 ഗ്രാമ്പൂ, കുറച്ച്
കുരുമുളക്, ഏലക്ക എന്നിവയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഗീ ചേർക്കുന്നത്. ഓക്കെ, ഗീ ഒരു 2 വലിയ സ്പൂൺ ചേർക്കുക. അപ്പോൾ എത്ര എണ്ണ എടുക്കുന്നോ അത്രയും തന്നെ ഈക്വൽ എമൗണ്ട് 50-50 റേഷ്യോ നമ്മൾ ഗീയും ഓയിലും എടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ ഇലകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്പൈസസ് ഇട്ടാൽ നല്ല മണം വരണം, പ്ലസ് ഇലകളിടുമ്പോഴും ഒരു മണം വരുമല്ലോ. ആ ഒരു അരോമ വരുമ്പോഴാണ് നമ്മുടെ ബിരിയാണിക്ക് ആ ഫ്ലേവേഴ്സ് എൻഹാൻസ്ഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 2 ഇല ഞാൻ 2 ഇല എടുത്തിട്ടുണ്ട്. നീളമുള്ള ഇലയാണ്, അങ്ങനെ 2 ഇല എടുത്തിട്ടുണ്ട്. ബേ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആഡ് ചെയ്ത് നല്ല മണം വരുമ്പോഴത്തേക്കും നമ്മുടെ സവാള, നേരത്തെ നമ്മൾ മൈക്രോവേവിൽ വാട്ടി വെച്ച സവാള ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് സവാള വാട്ടാനായിട്ട് അധിക സമയം വേണ്ട, പെട്ടെന്നത് വാടി കിട്ടും. നമ്മുടെ സവാള ഒരുവിധം വാടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പൈനാപ്പിളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളക് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പച്ചമുളക് ഞാനൊരു 3 എണ്ണം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് എനിക്ക് പറ്റില്ല, ഇവിടെ ഉള്ളവർക്ക് ആർക്കും പറ്റില്ല. ഓക്കെ, അപ്പോൾ പച്ചമുളക് ആഡ് ചെയ്തു, നമ്മുടെ പൈനാപ്പിളും ആഡ് ചെയ്തു. ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഓക്കെ, അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. പൊടി ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് നമ്മുടെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പിരിയൻ മുളക് പൊടിയല്ല ആഡ് ചെയ്ത് കൊടുക്കുന്നത്, സാദാ മുളക് പൊടിയും പിന്നെ പിരിയനും കൂടെ ഉള്ള മിക്സാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 വലിയ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച്. പിരിയൻ മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല കളർ കിട്ടും. പിന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. മല്ലിപ്പൊടി ഞാനിവിടെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കണം. ഇത് വഴറ്റിയെടുത്തതിന് ശേഷം ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ചിക്കനിൽ മസാല നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടൊമാറ്റോ നമ്മൾ ചേർക്കുന്നത്, ടൊമാറ്റോ സോസ് നമ്മൾ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ലൊരു കളർ കിട്ടും, പിന്നെ ആ ഒരു എരിവൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ചേർത്ത് അളവ് പറഞ്ഞാൽ 1 വലിയ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഓക്കെ, എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനിയാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പ് ഞാനിവിടെ ഒരു 1.5 സ്പൂൺ ഉപ്പ് ഞാൻ ചേർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കൂടിപ്പോയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തൈര് ചേർക്കുക എന്നുള്ളതാണ്. പിന്നെ അതിലും കൂടിപ്പോൾ ഒരുപാട് കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു മിനിമം ലെവൽ വരെ നമുക്ക് ഉപ്പ് കൂടിപ്പോയാൽ പിടിച്ച് നിൽക്കാൻ പറ്റും. തൈര് ചേർത്താൽ അതൊന്ന് ബാലൻസ്ഡ് ആവും. ഓക്കെ, ഇതിലേക്ക് ഞാൻ ഒരു 3 കപ്പ് വെള്ളം, ചൂടുവെള്ളം തന്നെ ചേർക്കണം കേട്ടോ. അപ്പോൾ ചൂടുവെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ വെള്ളം ചേർത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഞാനിവിടെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഉപ്പിൻ്റെ അളവ്, നമുക്ക് ആ ഫ്ലേവേഴ്സൊക്കെ നല്ല ബാലൻസ്ഡ് ആണോ എന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 2 വലിയ സ്പൂൺ തൈരാണ്. ഓക്കെ, തൈര് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇലകൾ ആഡ് ചെയ്യാം.
പുതിന ഇലയൊന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. പുതിന ആഡ് ചെയ്യുക. പുതിന ഒരു കൈപ്പിടി കേട്ടോ, എനിക്ക് അത്രയും പുതിന ഇല്ലായിരുന്നു, വീട്ടിൽ തന്നെ ഉണ്ടായ പുതിനയാണ്. രമ്പയില ആഡ് ചെയ്യുക. മല്ലിയില ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഓക്കെ, രമ്പയില ഞാനിപ്പോൾ വീണ്ടും 2 വലിയ ഇല എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് ഒരു തക്കാളി കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒരു തക്കാളി ആഡ് ചെയ്യുക, ചെറുതായിട്ട് അരിഞ്ഞിട്ട്. എന്നിട്ട് ഇതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഒരു 30 മിനിറ്റ്സ് നമ്മുടെ ചിക്കൻ വെന്തോ എന്നറിയാനായിട്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് ഇങ്ങനെ സ്പൂൺ വെച്ച് കട്ട് ചെയ്ത് നോക്കിയാൽ മതി. കട്ടാവുന്നുണ്ടെങ്കിൽ സംഭവം വെന്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോറ്, നമ്മൾ നേരത്തെ ഊറ്റി വെച്ച ചോറ് ഇതിൻ്റെ പുറത്തേക്ക്, ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പുറത്ത്, കറിയുടെ പുറത്തേക്ക് ഇടാം. ഓക്കെ, ഇപ്പം ബസ്മതി റൈസിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. നമുക്ക് കൈമ റൈസിൽ ചെയ്താൽ ഇതിലും ഗംഭീരമാവും. ഓക്കെ, അപ്പം നമ്മുടെ ചോറ് ഇങ്ങനെ പുറത്ത്, ഇതിൻ്റെ ഈ കറിയുടെ പുറത്ത് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ്സ് ഇത് ലോ ഫ്ലെയിമിൽ, വളരെ ലോ ഫ്ലെയിമിലിട്ട് ഇത് ദം ചെയ്തെടുക്കണം. ഓക്കെ, വളരെ ലോ ഫ്ലെയിം ആയിരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ സംഭവം കരിഞ്ഞു പോകും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ്, പൈനാപ്പിൾ അരിഞ്ഞത്, പിന്നെന്താ നമ്മുടെ കിസ്മിസും അണ്ടിപ്പരിപ്പും നെയ്യിൽ വറുത്തെടുക്കണം. ഓക്കെ, എത്രത്തോളം ഇടാൻ പറ്റുമോ അത്രത്തോളം ഇടാം. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതും ഇട്ട് കൊടുക്കുക. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ബിരിയാണി കേട്ടോ. അപ്പോൾ ആര്യക്കുട്ടി വ്ളോഗ്സിലൂടെ വീണ്ടും കാണാം. എല്ലാവരും ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എളുപ്പമുള്ളൊരു ബിരിയാണിയാണ്. അപ്പോൾ വീണ്ടും നല്ല വീഡിയോസുമായിട്ട് കാണാം. ബൈ.